നമസ്കാരം. അച്ചാറുകൾ പലവിധമുണ്ട്. ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു അച്ചാറാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്, ചൂര അച്ചാർ. അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അച്ചാറിന് ആവശ്യമായ സാധനങ്ങൾ: ഒരു 2.5 കിലോ മീനാണ് ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. ചൂര വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് അച്ചാറിന് ആവശ്യമായ രീതിയിൽ ചെറിയ രീതിയിൽ തന്നെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അച്ചാറിന് ചൂര മീൻ മാരിനേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ: ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചില്ലി ഫ്ലക്സ്, കുരുമുളക് പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ഉപ്പ്, ഒരു നാരങ്ങയുടെ നീര്, ലേശം റൈസ് ഫ്ലവർ, അരിപ്പൊടി. ഇനി ഇത് മാരിനേറ്റ് ചെയ്യാം. ഒരു 2.5 കിലോ ചൂരയുണ്ട്. അത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് അത് വെള്ളമെല്ലാം സ്ട്രെയിൻ ചെയ്ത് വച്ചേക്കുന്ന ചൂരയാണ്. ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി ചില്ലിപ്പൊടി, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് ചതച്ച മുളക്, ചില്ലി ഫ്ലക്സ്, ഒരു നാരങ്ങ കട്ട് ചെയ്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ലേശം റൈസ് ഫ്ലവർ കുറച്ച് മതി. അത് ഈ സാധനങ്ങളെല്ലാം ചൂരയിൽ പിടിച്ച് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ഓവർനൈറ്റ് വെച്ചിരുന്നാലും ഒരു കുഴപ്പമില്ല. അത്യാവശ്യം നമ്മൾ ഒരു 1.5 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്ത് ഇതെല്ലാം ഈ ഇൻഗ്രീഡിയൻ്റ് എല്ലാം ഇതിൽ പിടിച്ചതിന് ശേഷം മാത്രമേ വറുത്ത് കോരാൻ പാടുള്ളൂ. അതുകൊണ്ട് ഇത് നല്ല മിക്സ് ചെയ്ത് ഒരു 1.5 മണിക്കൂർ. ഇപ്പോൾ വറുക്കാനുള്ള മസാല എല്ലാം ഇതിലായിട്ടുണ്ട്. ഇനി ഒരു 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. മാരിനേറ്റ് ചെയ്ത സാധനം നമ്മൾ എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞു. ഇനി ഇതിനെ എണ്ണ ചൂടാക്കി വറുത്ത് കോരാം. ഇത് വറുത്ത് കോരാനായിട്ട് നല്ല നാടൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. മീൻ വറുത്ത് കോരാൻ വേണ്ടിയിട്ട് മാത്രം വെളിച്ചെണ്ണ. അത് കഴിഞ്ഞിട്ട് എള്ളെണ്ണ, നല്ലെണ്ണയാണ്. അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എള്ളെണ്ണയാണ് ഉപയോഗിക്കേണ്ടത്. എണ്ണ നല്ല ചൂടായിരിക്കുകയാണ്. ഇനി നമുക്ക് പുരട്ടി വച്ചേക്കുന്ന ഈ മീൻ കുറേശ്ശെ ഇട്ട് വറുത്ത് കോരാം. ഒരു സൈഡ് മുരിയുമ്പോഴേക്കും അത് ചെറുതായിട്ട് മറിച്ച് മീൻ പൊടിഞ്ഞു പോവാതെ മറിച്ചിട്ട് കൊടുത്ത് അതിൻ്റെ 2 സൈഡ് നല്ല രീതിയിൽ മുരിച്ചെടുത്ത് വിട്ട് വേണം. ഇതിൽ ഈ മീനിനകത്ത് ഒരു അല്പം പോലും വെള്ളത്തിൻ്റെ അംശം നിൽക്കാൻ പാടില്ല. അതാണ് ഈ അച്ചാറിൻ്റെ മെയിൻ സംഗതി എന്ന് പറയുന്നത്. മാസങ്ങളോളം വച്ചേക്കാനുള്ള സാധനം ആയതുകൊണ്ട് തന്നെ നല്ല ഡ്രൈ ഫ്രൈ ആയിട്ട് തന്നെ വറുത്ത് കോരിയെടുക്കണം. എങ്കിൽ മാസങ്ങളോളം ഈ അച്ചാർ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കുള്ളൂ. 6 മാസം, 1 വർഷം, 1.5 വർഷം, അങ്ങനെ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും നമ്മൾ സൂക്ഷിക്കുന്നത് പോലെ ഇരിക്കും അച്ചാർ. അച്ചാർ അങ്ങനെ കേടായി പോവില്ല. നല്ല രീതിയിൽ നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കുന്നതനുസരിച്ച് അച്ചാർ എത്ര കാലം വേണമെങ്കിലും അച്ചാർ ഇരിക്കും. ഇത് ഏതാണ്ടായിട്ടുണ്ട്. നമുക്കത് കോരി മാറ്റിയ ശേഷം അടുത്ത സ്റ്റെപ്പ് ഇട്ട് ഈ ഇരിക്കുന്ന കംപ്ലീറ്റ് മീനും വറുത്ത് കോരിയതിന് ശേഷമാണ് നമുക്ക് അച്ചാറിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അച്ചാർ മസാലയ്ക്ക് ഉള്ള പാത്രം വച്ചിട്ടുണ്ട്. അതിന് അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല എള്ളെണ്ണയാണ് ഉപയോഗിക്കേണ്ടത്. അതിനുള്ള എള്ളെണ്ണ നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. എള്ളെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്കും കടുകിട്ട് പൊട്ടിച്ച് കടുക്, വറ്റൽമുളക്, വെളുത്തുള്ളി ചതച്ചത് ഇതെല്ലാം ഇട്ട് മുളക് പൊടി, കായപ്പൊടി, ഉലുവാപ്പൊടി,
ഇതെല്ലാം ഈ എണ്ണയിൽ തന്നെ ഇട്ട് മൂപ്പിച്ച് അത് കഴിഞ്ഞിട്ട് വിനീഗർ ഒഴിച്ച് നല്ല ലിക്വിഡാക്കി തിളയ്ക്കുമ്പോഴേക്കും നമ്മൾ ഈ വറുത്ത് വച്ചേക്കുന്ന മീൻ മിക്സ് ചെയ്ത് എടുക്കുക. അത്രയാണ് തന്നെയാണ് ഈ അച്ചാറിന് ഇനി ലാസ്റ്റ് നമുക്ക് ചെയ്യാനുള്ള ജോലികൾ. അപ്പോൾ ഇപ്പോൾ ദാ എണ്ണ ചൂടായി വന്നുകൊണ്ടിരിക്കുകയാണ്. എണ്ണ റെഡി ആകുമ്പോഴേക്കും കടുകിടാം. നല്ലെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിൽ ആദ്യം കടുകിടാം. കടുകിട്ട് പൊട്ടുമ്പോഴേക്കും അല്പം കൂടെ കടുകിട്ട് കടുക് പൊട്ടി തുടങ്ങി നമുക്കതിൽ വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് വെളുത്തുള്ളി, ചതച്ച് വച്ചേക്കുന്ന വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. ഒന്ന് ചെറിയ ഒരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും കറിവേപ്പില, ആവശ്യത്തിനുള്ള കറിവേപ്പില ഫ്രൈ ആയി വരുമ്പോഴേക്കും മാക്സിമം തീ കുറച്ച് കൊടുക്കണം. ഇനിയുള്ള സാധനങ്ങളെല്ലാം നല്ല സിമ്മായിട്ടുള്ള തീയിൽ കിടന്നാണ് ആവേണ്ടത്. മുളക് പൊടി, ഇത് എരിവുള്ള മുളക് പൊടിയാണ്. അതിൻ്റെ കൂടെ കുറച്ച് കാശ്മീരി, അച്ചാറിന് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി, കായപ്പൊടി, വറുത്ത് വച്ചിട്ടുള്ള ഉലുവാപ്പൊടി നല്ല മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് ചെയ്യുമ്പോഴേക്കും തീ നല്ല സിമ്മായിരിക്കണം, ഇല്ലെങ്കിൽ എല്ലാം കരിഞ്ഞ് ഈ മസാല കയ്പ്പായി പോവും. ഇത് ഒരു നല്ല റെഡ് കളർ ആയി വരുമ്പോഴേക്കും ഇതിൽ വിനീഗർ ഒഴിച്ച് കൊടുക്കണം. ഈ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിനി വിനീഗർ ഒഴിക്കാം. ഇപ്പോൾ 2.5 കിലോ മീനാണ് നമ്മളിപ്പം ഉപയോഗിച്ചത്. അതിലേക്ക് ഞാനൊരു 1/2 ലിറ്ററോളം വിനീഗർ ഒഴിച്ചിട്ടുണ്ട്. വറുത്ത് വച്ചേക്കുന്ന മീൻ നമ്മൾ ഈ അച്ചാർ മസാലയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നല്ല വൃത്തിയായി മിക്സ് ചെയ്ത് ഇനി ഇതിനെ വേവിക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല ഡ്രൈ ഫ്രൈ ആക്കി വച്ചേക്കുന്ന ചൂര മീനും നല്ല തിളച്ച് റെഡിയായി വന്ന അച്ചാറും മസാലയും അതിനകത്ത് ഇനി ഈ സാധനം തിളപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് രണ്ടും നല്ല രീതിയിലൊന്ന് മിക്സായി വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ തീ ഓഫ് ചെയ്ത് ഇതിൻ്റെ മേളിൽ ഒരല്പം കായപ്പൊടിയും കുറച്ച് ഉലുവ പൊടിച്ചതും കൂടെ ഇതിൻ്റെ മേളിൽ ഒരല്പം തൂറ്റി ഇതിന് ഫിനിഷ് ചെയ്ത് മാറ്റാം. അങ്ങനെ നമ്മുടെ അച്ചാർ റെഡിയായി. ചൂര അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സാധനം നല്ല തണുത്തതിന് ശേഷം ഈ ഡ്രൈ ആയിട്ടുള്ള കണ്ടെയ്നറുകളിൽ നിറച്ച് നമുക്ക് എത്ര നാൾ വേണമെന്നെങ്കിലും ഉപയോഗിക്കാം. ഇത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി ഇതിൻ്റെ അഭിപ്രായം കൃത്യമായിട്ടും അറിയിക്കണം. അടുത്തൊരു വിഭവമായി നമുക്ക് വീണ്ടും കാണാം.